പ്ലസ് വൺ കെമിസ്ട്രിയിലെ റിവിഷൻ ക്ലാസിന്റെ സീരീസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത് പ്ലസ് വൺ കെമിസ്ട്രിയിലെ കെമിക്കൽ ബോണ്ടിങ് എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഫോക്കസ് പോയിന്റുകളുടെ ഡിസ്കഷനാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഒന്നുകൂടെ ഈ ചാപ്റ്റർ പഠിപ്പിക്കുകയല്ല ഉദ്ദേശിക്കുന്നത്. ഈ ചാപ്റ്ററിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം, പിന്നെ ചോദ്യം ചോദിക്കാൻ സാധ്യത എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ചാപ്റ്ററിലെ 3 ഫോക്കസ് പോയിന്റുകളാണ് ഉള്ളത്. വളരെ പ്രധാനപ്പെട്ട 3 തിയറീസ് ആണ് ഇതിനകത്തുള്ളത്. ഒന്നാമത്തെ തിയറിയുടെ പേര് VSEPR തിയറി, അതായത് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി. ആ തിയറി എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ മോളിക്യൂൾസിന്റെ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു തിയറിയാണ്. സ്ട്രക്ചറാണ് പ്രധാനമായിട്ട് പറയുന്നത്. അതായത് ഒരു മോളിക്യൂളിന്റെ സ്ട്രക്ചർ എന്തുകൊണ്ട് ലീനിയർ ആയിട്ട് വന്നു, എന്തുകൊണ്ട് ബെൻഡ് ആയിട്ട് വന്നു എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് സിമ്പിൾ ആയിട്ട് VSEPR തിയറിയിൽ പറയുന്നത്. രണ്ടാമത്തത് മോളിക്കുലർ ഓർബിറ്റൽ തിയറിയാണ്. അതൊരു വിശാലമായ തിയറി ആണെങ്കിലും നമുക്ക് പഠിക്കാൻ തന്നിരിക്കുന്നത് വെറും ഹോമോ ഡയറ്റോമിക് മോളിക്യൂൾസ് ആയ, എന്ന് വെച്ചാൽ 2 ആറ്റം മാത്രമുള്ള മോളിക്യൂൾസ് ആയ H2, He2, അതുപോലെ തന്നെ H2, He2, O2 3 മോളിക്യൂൾസിന്റെ കേസുകൾ മാത്രമേ അതിനകത്ത് തന്നിരിക്കുന്നുള്ളൂ. അപ്പൊ അതിനകത്ത് നമ്മൾ സംസാരിക്കുന്നത് ഒരിക്കലും ഒരു സ്ട്രക്ചറിനെ പറ്റിയോ അല്ലെങ്കിൽ അതിന്റെ ഒരു ബോണ്ടിങ്ങിനെ പറ്റിയോ അല്ല. പകരം പറയുന്നത് അതിനകത്ത് മാഗ്നറ്റിക് പ്രോപ്പർട്ടിയെ പറ്റി പറയാം. മാഗ്നറ്റിക് പ്രോപ്പർട്ടി അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒബ്സർവേഷൻ ആണ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടി, പിന്നെ ബോണ്ട് ഓർഡർ എന്നൊരു കൺസെപ്റ്റ്, ബോണ്ട് ഓർഡർ, പിന്നെ അതുപോലെ തന്നെ സ്റ്റെബിലിറ്റിയായിട്ട് ബന്ധപ്പെട്ട അങ്ങനത്തെ ഇത്രയും കൺസെപ്റ്റുകളാണ് നമ്മൾ സാധാരണ മോളിക്കുലർ ഓർബിറ്റൽ തിയറി എന്ന് പറയുന്നത്. അപ്പൊ VSEPR തിയറിയിൽ നിന്ന് വ്യത്യസ്തമാണ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി. ആ തിയറിയിൽ നമ്മൾ പഠിക്കാൻ തന്നിരിക്കുന്നത് H2, He2, O2 പോലുള്ള മോളിക്യൂൾ മാത്രമേ ഉള്ളൂ. അതിനകത്ത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഡീൽ ചെയ്യണം, അതുപോലെ തന്നെ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ അതിന്റെ സ്റ്റെബിലിറ്റി, ഈ പറഞ്ഞിരിക്കുന്ന മോളിക്യൂളിൽ ആരാണ് സ്റ്റെബിലിറ്റി എന്ന രീതിയിലുള്ള ചോദ്യങ്ങളും അവിടെ പ്രതീക്ഷിക്കാം. ഇനി അത് കൂടാതെ അതിന്റെ പോസ്റ്റുലേറ്റുകളും ആ പറഞ്ഞിരിക്കുന്ന MO തിയറിക്കകത്ത് ചോദിക്കാം. ഇനി VB തിയറി എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ VBT എന്ന പേരിൽ അറിയപ്പെടുന്ന വാലൻസ് ബോണ്ട് തിയറി. അപ്പൊ ഈ തിയറിയുടെ പ്രത്യേകത ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. ഈ തിയറിക്കകത്ത് നമ്മൾ സംസാരിക്കുന്നത് അതിന്റെ സ്ട്രക്ചറിനെ പറ്റി പറയുന്നുണ്ട്. ശരിയാണ്, സ്ട്രക്ചറിനെ പറ്റി, പിന്നെ അതുപോലെ തന്നെ ബോണ്ടിങ്ങിനെ പറ്റിയും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ VSEPR തിയറിയിൽ ശരിക്കും സ്ട്രക്ചറിനെ പറ്റി മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഇനി അതുപോലെ തന്നെ MO തിയറിക്കകത്താണെങ്കിൽ സ്ട്രക്ചറിനെ പറ്റി അല്ല സംസാരിക്കുന്നത്, പകരം സ്റ്റെബിലിറ്റിയെ പറ്റി, മാഗ്നറ്റിക് പ്രോപ്പർട്ടിയെ പറ്റിയും ഒക്കെയാണ് സംസാരിക്കുന്നത്. അതും സിമ്പിൾ മോളിക്യൂൾ മാത്രമേ ഉള്ളൂ. അതേസമയം ബാലൻസ് ബോണ്ട് തിയറിക്കകത്ത് സംസാരിക്കുന്നത് 2 കാര്യങ്ങളാണ്. സ്ട്രക്ചറിനെ പറ്റിയും പറയുന്നുണ്ട്, ബോണ്ടിങ്ങിനെ പറ്റിയും പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിനകത്താണ് ഹൈബ്രിഡൈസേഷൻ എന്നറിയപ്പെടുന്ന ഒരു കൺസെപ്റ്റ് ഉൾപ്പെട്ട് വരുന്നത്. ഹൈബ്രിഡൈസേഷന്റെ സാധ്യതയെല്ലാം ഹൈബ്രിഡൈസേഷൻ എന്നൊരു കൺസെപ്റ്റിന്റെ സാധ്യതകൾ വരുന്നത് VB തിയറിക്കകത്താണെന്ന് ഓർമ്മിച്ചോണം. ഇനി അതിനകത്ത് പിന്നെ തന്നിരിക്കുന്ന എക്സാമ്പിൾസ് സിമ്പിൾ എക്സാമ്പിൾസ് ആയ BeCl2, BF3, CH4 ഇത്രയും ഒരു കാറ്റഗറി. ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കാറ്റഗറിയുടെ പ്രത്യേകത അതിനകത്ത് ബോണ്ട് പെയറുകൾ മാത്രമേ ഉള്ളൂ. ഇനി അതുപോലെ തന്നെ NH3, H2O പോലുള്ള മറ്റൊരു കാറ്റഗറി. ആ കാറ്റഗറിയുടെ പ്രത്യേകത അതിനകത്ത് ലോൺ പെയർ കൂടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ട്രക്ചറിന് വ്യത്യാസമുണ്ട്. ഇനി അതുപോലെ തന്നെ 2 ആറ്റംസ് വരുന്ന C2H6, C2H4, C2H2, അതായത് ഈത്തേൻ, ഈത്തൈൻ, ഇത്രയും ആൾക്കാരെ പറ്റിയും സംസാരിക്കണം. അപ്പൊ അങ്ങനെ 3 കാറ്റഗറി അതിനകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് തന്നെയാണ്. പിന്നെ ഇതിനകത്ത് ഒരുപാട് ചോദ്യങ്ങളുടെ സാധ്യതയുണ്ട്. ഇനി എല്ലാ തിയറികളുടെയും പോസ്റ്റുലേറ്റുകൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. പോസ്റ്റുലേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ തിയറി ഫ്രെയിം ചെയ്തിരിക്കുന്ന ചില നിഗമനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിൽ ആദ്യത്തെ കൺസെപ്റ്റിലേക്ക് വരാം. അപ്പൊ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം നിങ്ങളെ. അതായത് നമുക്ക് 3 തിയറിയായിട്ട് ബേസ് ചെയ്യുന്ന കൺസെപ്റ്റുകളാണ് ഇതിനകത്ത് സംസാരിക്കാനുള്ളത്. ഒന്ന് VSEPR തിയറി, ഇനി ഒരെണ്ണം മോളിക്കുലർ ഓർബിറ്റൽ തിയറി എന്നറിയപ്പെടുന്ന MO തിയറി, ഇനി ഒരെണ്ണം ബാലൻസ് ബോണ്ട് തിയറി എന്നറിയപ്പെടുന്ന VBT. അതിൽ 3 വ്യത്യസ്തമായ കൺസെപ്റ്റുകളാണ്.
VSEPR തിയറിയിലാണെങ്കിൽ സ്ട്രക്ചറിനെ പറ്റി മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അതേസമയം മോളിക്കുലർ ഓർബിറ്റൽ തിയറിയിലാണെങ്കിൽ സ്ട്രക്ചറിനെ പറ്റി അല്ല പറയുന്നത്, പകരം മാഗ്നറ്റിക് പ്രോപ്പർട്ടിയും സ്റ്റെബിലിറ്റിയെ പറ്റിയാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ബോണ്ട് ഓർഡറിനെ പറ്റിയാണ് സംസാരിക്കുന്നതെങ്കിൽ വാലൻസ് ബോണ്ട് തിയറിക്കകത്ത് ഹൈബ്രിഡൈസേഷന്റെ കൺസെപ്റ്റ് ഉണ്ട്. ആ ഹൈബ്രിഡൈസേഷൻ വെച്ചിട്ട് ഇത്രയും ആൾക്കാരുടെ സ്ട്രക്ചറും ബോണ്ടിങ്ങിനെ പറ്റി നമുക്ക് സംസാരിക്കുന്നുണ്ട്. അത് 3 കാറ്റഗറിയാണ് അതിനകത്ത് പറയാനുള്ളത്. ഇനി എല്ലാ തിയറിയുടെയും പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂ റൈറ്റ് പോസ്റ്റുലേറ്റ്സ് ഓഫ് അങ്ങനെ ചോദിക്കാം. റൈറ്റ് പോസ്റ്റുലേറ്റ്സ് ഓഫ് VSEPR തിയറി എന്നൊരു ചോദ്യം വരാം. റൈറ്റ് പോസ്റ്റുലേറ്റ്സ് ഓഫ് MO തിയറി എന്നൊരു ചോദ്യം വരാം. അതുപോലെ തന്നെ റൈറ്റ് പോസ്റ്റുലേറ്റ്സ് ഓഫ് വാലൻസ് ബോണ്ട് തിയറി എന്ന പേരിൽ വരാം. അപ്പൊ അതിൽ പോസ്റ്റുലേറ്റ്സ് ഓഫ് വാലൻസ് ബോണ്ട് തിയറി എന്ന് പറയുമ്പോൾ അത് ഹൈബ്രിഡൈസേഷന്റെ പോസ്റ്റുലേറ്റിലേക്ക് കൊണ്ടുവരണം, ഹൈബ്രിഡൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റുകളിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും ശരി, VSEPR തിയറിയിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. VSEPR തിയറിയിൽ എന്തൊക്കെ ചോദിക്കാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഒരു ചോദ്യം റൈറ്റ് പോസ്റ്റുലേറ്റ്സ് എന്ന് പറയാം. ഇനി അതിനകത്ത് റിപ്പൽഷന്റെ ഓർഡർ പരീക്ഷയ്ക്ക് മറ്റൊരു ചോദ്യമായി ചോദിച്ചിട്ടുണ്ട്. റിപ്പൽഷന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. മാഗ്നിറ്റ്യൂഡ് ഓഫ് റിപ്പൽഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ലോൺ പെയർ ഗ്രേറ്റർ ദാൻ ലോൺ പെയർ ബോണ്ട് പെയർ ഗ്രേറ്റർ ദാൻ ബോണ്ട് പെയർ. ഓക്കെ, അപ്പൊ VSEPR തിയറി ഡയറക്റ്റ് ആയിട്ട് പോസ്റ്റുലേറ്റുകൾ ചോദിക്കാം. അപ്പൊ എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ പഠിപ്പിക്കുകയല്ല, ഒന്ന് ബ്രഷ് അപ്പ് ചെയ്ത് പോവുക മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി അതിനകത്ത് തന്നെ മറ്റൊരു ചോദ്യം 2 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് ഓർഡർ ഓഫ് റിപ്പൽഷൻ എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഓർഡർ ഇങ്ങനെയാണ്: ലോൺ പെയർ ദെൻ ലോൺ പെയർ ബോണ്ട് പെയർ അങ്ങനെ. ഇനി അതിനകത്ത് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ NS3യുടെ ഒരു ഡയഗ്രാം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. NS3 എന്ന് വെച്ചാൽ അത് ഇങ്ങനെ ഇങ്ങനെ തന്നെ വരയ്ക്കണം. ഇനി നമ്മൾ എപ്പോഴും സ്ട്രക്ചർ ഡ്രോ സ്ട്രക്ചർ ഓഫ് മോളിക്യൂൾ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, ഡ്രോ സ്ട്രക്ചർ ഓഫ് മോളിക്യൂൾ എന്ന പേരിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ആ പറഞ്ഞിരിക്കുന്ന മോളിക്യൂളിന്റെ പടം വരയ്ക്കുക തന്നെയാണ്. പക്ഷെ നമ്മുടെ പ്രത്യേകത, നമ്മൾ പടം വരച്ചു കഴിഞ്ഞാൽ ആ പടത്തിന്റെ പേര് കൂടെ നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം. ഓക്കെ, അപ്പൊ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ ഡ്രോ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എങ്കിലും ആ സ്ട്രക്ചറിന്റെ പടം വരച്ചതിന് ശേഷം അതിന്റെ കൂടെ പേരും കൂടെ നിർബന്ധമായും എഴുതിയിരിക്കണം. ഓക്കെ, അപ്പൊ അമോണിയയുടെ സ്ട്രക്ചർ വരയ്ക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കുക മാത്രമല്ല, അതിന്റെ ഷേപ്പ് പിരമിഡൽ ആണെന്ന് കൂടെ എഴുതിയിരിക്കണം. അപ്പൊ VSEPR തിയറിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഒന്ന് ഡയറക്റ്റ് ആയിട്ട് പോസ്റ്റുലേറ്റുകൾ ചോദിക്കാം. അത് കൂടാതെ റിപ്പൽഷന്റെ ഓർഡർ പ്രത്യേകിച്ച് ഒരു ചോദ്യമായിട്ട് വരാം. പിന്നെ സ്ട്രക്ചർ വരയ്ക്കാൻ ചോദിക്കാം. സ്ട്രക്ചർ വരയ്ക്കുന്നത് അമോണിയയുടെ ചോദിച്ച് പിരമിഡലായിട്ട് വരയ്ക്കുക, പിരമിഡലായിട്ട് എഴുതുക. ഇനി ഇതിനകത്ത് ലോൺ പെയറിന്റെ എണ്ണമൊക്കെ അപ്പൊ കൂടുതൽ പഠിപ്പിക്കുകയല്ല, പിന്നെ നിങ്ങൾക്ക് ഒന്ന് പെട്ടെന്ന് പറയുന്നു പോകുന്നത് മാത്രമേ ഉള്ളൂ. അടുത്ത വാട്ടറിന്റെ ഒരു സ്ട്രക്ചർ ചോദിക്കാം. വാട്ടറിന്റെ സ്ട്രക്ചർ എന്ന് വെച്ചാൽ നമുക്കറിയാം, ഇങ്ങനെ ഇട്ടിട്ട് 2 ലോൺ പെയർ കൊടുത്തിട്ട് അതിന്റെ ഷേപ്പ് ബെൻഡ് ഷേപ്പ് എന്നോ അല്ലെങ്കിൽ V ഷേപ്പ് എന്നോ പറയാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ മറ്റ് നമുക്ക് ഒരു പുതുമയുള്ള എക്സാമ്പിൾസ് VSEPR തിയറി തന്നെ വരുന്നത്. പ്രധാനപ്പെട്ട ഒരു ചോദ്യം ClF3. അപ്പൊ ClF3 ഷേപ്പ് വരയ്ക്കുന്ന സമയത്ത് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മളെ മറ്റു വീഡിയോകളിലുണ്ട്, അത് നോക്കിക്കോണം. പിന്നെ ClF3 ഷേപ്പ് വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും വരച്ചാൽ മതി. Cl എന്നിട്ട് 1 2 3 ClF3 ആയി. പിന്നെ 2 ലോൺ പെയർ ഇതേ ഷേപ്പ് തന്നെ വരയ്ക്കണം. എന്നിട്ട് നിർബന്ധമായും T ഷേപ്പ് ആണെന്ന് തന്നെ എഴുതണം. അപ്പോൾ ClF3 ഷേപ്പ് T ഷേപ്പ് ആണ്, വേറെ ഒരു ട്രൈഗണൽ പ്ലാനാറോ പിരമിഡിലോ ഒന്നുമല്ല. ClF3 T ഷേപ്പിലാണ്. എന്തുകൊണ്ടെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റു വീഡിയോസിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. സംശയമുള്ളത് അത് നിർത്ത് നോക്കുക. ഇനി അടുത്ത് അതുപോലെ തന്നെ SF4 പരീക്ഷയ്ക്ക് ചോദിക്കാം. SF4ന്റെ ഷേപ്പ് ചോദിച്ചാൽ അത് S ഇട്ടിട്ട് ഇങ്ങനെ F ഒരു ലോൺ പെയർ. അപ്പൊ അതിന്റെ ഷേപ്പ് നിർബന്ധമായും സീസോ ഷേപ്പ് തന്നെ എഴുതണം, വേറെ സ്ക്വയർ പ്ലാനാറോ ഒന്നുമല്ല, സീസോ ഷേപ്പ് തന്നെ എഴുതണം. അപ്പൊ ഇങ്ങനെ VSEPR തിയറിയുടെ ഈ എക്സാമ്പിൾസ് ഒക്കെ നമുക്കൊന്ന് നോക്കി വെക്കേണ്ടതുണ്ട്. NS3 ചോദിക്കാം, H2 ചോദിക്കാം, പിന്നെ പുതുമയുള്ള ClF3 SF4 പോലുള്ള മോളിക്യൂൾസിന്റെ സ്ട്രക്ചറൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനകത്ത് ചോദിക്കാം. ഓക്കെ, ശരി. അപ്പൊ കൂടുതൽ എക്സാമ്പിൾസ് ഉണ്ട്. തൽക്കാലത്തേക്ക് ഞാൻ ഇത്രയും ഒന്ന് ഓടിച്ച് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി അടുത്ത തിയറിയിലേക്ക് വന്നാൽ, അപ്പോൾ VSEPR തിയറിയുടെ പോസ്റ്റുലേറ്റിന്റെ സാധ്യത, പിന്നെ അതിനകത്ത് തന്നെയുള്ള റിപ്പൽഷന്റെ ഓർഡറിന്റെ സാധ്യത, പിന്നെ സ്ട്രക്ചറുകൾ വരയ്ക്കാൻ പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട 1-2 ഐറ്റംസ് അതിനകത്ത് എടുത്ത് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ClF3 T ഷേപ്പ് ആണ്, SF4 എന്നുള്ളത് സോയാണ്, വാട്ടർ എന്നുള്ളത് എപ്പോഴും ബെൻഡ് അല്ലെങ്കിൽ V ഷേപ്പ് ആണ്, അതേസമയം അമോണിയ പിരമിഡലാണ്. ഓക്കെ, വേറെ എക്സാമ്പിൾസ് ഉണ്ട്, നമ്മളെ മറ്റ് ക്ലാസ്സുകളിലേക്ക് എടുത്ത് നോക്കുക. ശരി, ഇനി രണ്ടാമത്തെ തിയറിയിലേക്ക് വരാം. അത് MO തിയറിയാണ്. ഞാൻ പറഞ്ഞു, MO തിയറിയിൽ സംസാരിക്കുന്നത് മാഗ്നറ്റിക് പ്രോപ്പർട്ടിയും സ്റ്റെബിലിറ്റിയും ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. അതിന്റെ ഡയറക്റ്റ് ചോദ്യം റൈറ്റ് പോസ്റ്റുലേറ്റ്സ് ഓഫ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി എന്ന് ചോദിച്ചാൽ
ആ പറഞ്ഞ പോസ്റ്റ്ലേറ്റിലെല്ലാം എഴുതുക. എങ്ങനെ മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടാവുന്നു എന്നുള്ള കാര്യങ്ങളും പിന്നെ ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ആ കഥകളൊക്കെ അതിനകത്ത് എഴുതുക. ഇനി അതിനകത്ത് ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. പടം വരച്ച് O2 കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ H2 കണ്ടുപിടിക്കുക. ഓക്കെ, ഈ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമുല BO = NB - NA/2 എന്ന ഫോർമുല ഉപയോഗിച്ച് ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി ഇത് കൂടാതെ അതിനകത്ത് മറ്റൊരു ചോദ്യം എന്ന് വെച്ചാൽ He2 ആയി ബന്ധപ്പെട്ട് അതിന് തന്നെയാണ് ആ ചോദ്യം ചോദിക്കാൻ തന്നെയാണ് ആ പറഞ്ഞിരിക്കുന്ന പോയിന്റ് പരീക്ഷയ്ക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെയാണ് ചോദ്യം, why He2 molecule is not possible. ഇങ്ങനെ ഒരു ചോദ്യം വരാം. ആ ചോദ്യം ചോദിക്കാൻ വേണ്ടി തന്നെയാണ് He2 എന്നറിയപ്പെടുന്ന ഒരു എക്സാമ്പിൾ നമ്മുടെ സിലബസിനകത്ത് അല്ലെങ്കിൽ ഫോക്കസ് പോയിന്റിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഓർമ്മിക്കുക. അപ്പൊ MO തിയറിയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ടത് MO തിയറിയുടെ പോസ്റ്റുലേറ്റുകൾ, ഇനി MO ഡയഗ്രാം, മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം വരച്ച് അതിന്റെ സ്റ്റെബിലിറ്റിയെ പറ്റി പറയാൻ പഠിക്കുക, അല്ലെങ്കിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി പറയാൻ പഠിക്കുക, പിന്നെ H2 O2 പഠിക്കുക. ഇനി അതിനകത്ത് ചോദിക്കാൻ പറ്റുന്ന മറ്റൊരു ചോദ്യമാണ് ഞാൻ പറഞ്ഞത്, why He2 molecule is not possible. അപ്പൊ അങ്ങനെ ചോദിച്ചാൽ നിങ്ങളുടെ ഉത്തരം എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിന്റെ He2 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഹീലിയം ആറ്റോമിക് നമ്പർ 2 ഇലക്ട്രോൺസ്, He2 എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് 4 ഇലക്ട്രോൺസ് ആയി. 4 ഇലക്ട്രോൺസ് ചെയ്യുന്ന സമയത്ത് മോളിക്കുലർ ഓർബിറ്റൽസിന്റെ എനർജി ഓർഡർ സിഗ്മ സ്റ്റാർ ഒന്നസ് അത്രയും മതി. സിഗ്മ ഒന്നസ് വരയ്ക്കുക, സിഗ്മ സ്റ്റാർ ഒന്നസ് വരയ്ക്കുക. ഇനി സിഗ്മ ഒന്നസിനകത്ത് ടോട്ടൽ 4 ഇലക്ട്രോൺസേ ഉള്ളൂ, ഇതിനകത്ത് 2, ഇതിനകത്ത് 2. എന്നിട്ട് ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുക. ബോണ്ട് ഓർഡർ ഈക്വൽ ടു ഫോർമുല എഴുതണം, NB - NA/2 ഈക്വൽ ടു നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ് 2, നമ്പർ ഓഫ് ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺസ് 2 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 0 എന്ന് നമുക്ക് ഉത്തരം കിട്ടി. സോ നമ്മുടെ ഉത്തരം എന്ന് വെച്ചാൽ ഇതൊന്നുമല്ല, ഉത്തരം എഴുതേണ്ടത് ബോണ്ട് ഓർഡർ 0 ആയതുകൊണ്ട് അതെങ്ങനെ കണ്ടുപിടിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ആൻസർ ഇത്രയും ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല, അതിന്റെ കൂടെ ബോണ്ട് ഓർഡർ 0 എന്ന് എഴുതിയാൽ മാത്രമേ നമുക്ക് അതിന്റെ ആൻസർ ആവുള്ളൂ. അപ്പൊ ഉറപ്പായിട്ടും ചോദിക്കുന്ന പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇപ്പൊ സംസാരിച്ചത്. മോളിക്കുലർ ഓർബിറ്റൽ തിയറിയുമായി ബന്ധപ്പെട്ട് why He2 molecule is not possible എന്ന ചോദ്യം വന്നാൽ അതിന്റെ ഉത്തരം ബോണ്ട് ഓർഡർ 0 ആണ്. അതെങ്ങനെ കിട്ടിയെന്ന് ഞാനിപ്പോ സംസാരിച്ചത്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ തിയറി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, തൽക്കാലം ഒന്ന് ഓടിച്ച് പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ പോസ്റ്റുലേറ്റുകൾ ഓർമ്മിക്കണം, പിന്നെ അതുപോലെ തന്നെ ബോണ്ട് എനർജി ഡയഗ്രാംസ് വരയ്ക്കുന്ന ഓർമ്മിക്കുക, പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ചോദ്യത്തിന്റെ സാധ്യതയും കൂടെ അവിടെ ഉണ്ടെന്ന് ഓർമ്മിക്കുക. സോ മോളിക്കുലർ ഓർബിറ്റൽ തിയറി നമ്മൾ ഓടിച്ച് പറഞ്ഞു. ഇനി അടുത്ത തിയറിയിലേക്ക് വരാം. ഇനി വാലൻസ് ബോണ്ട് തിയറിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ചോദ്യത്തിന്റെ സാധ്യതകളുണ്ട്. അപ്പൊ അതിൽ ഓർമ്മിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഹൈബ്രിഡൈസേഷൻ തന്നെ ഓർത്ത് വയ്ക്കുക. അപ്പൊ അതിൽ ഹൈബ്രിഡൈസേഷൻ SP വരുന്ന എക്സാമ്പിൾ ഇതിനകത്ത് ഈ കാറ്റഗറിയിൽ BeCl2 ബെർലിയത്തിന് SP ആണ്, അതുപോലെ തന്നെ C2H2 കാർബണിന് SP ആണ്. SP ഹൈബ്രിഡൈസേഷൻ ആണ്. അതുപോലെ തന്നെ sp2 വരുന്നത് BF3 sp2 ആണ്. അതേസമയം C2H4 ഈ തീനും sp2 ആണ്. ഇനി CH4 sp3, C2H6 sp3. അപ്പോൾ ആ പറഞ്ഞ ഹൈബ്രിഡൈസേഷന്റെ പേര് എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറെ മാർക്കുകൾ അതിനകത്ത് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അത്രയെങ്കിലും ആദ്യം നമ്മൾ ഓർത്തു വയ്ക്കുക. ഇനി അത് കൂടാതെ ഈ പറഞ്ഞിരിക്കുന്ന 2 മോളിക്കൂളും sp3 ആണ്. ഓക്കെ, അപ്പോ വാലൻസ് ബോണ്ട് തിയറിക്കകത്ത് ഹൈബ്രിഡൈസേഷന്റെ കൺസെപ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതിൽ sp3 ഹൈബ്രിഡൈസേഷനുള്ള 4 മോളിക്കൂളിന്റെ കാര്യം നമുക്ക് പഠിക്കാനുണ്ട്. CH4 sp3 ആണ്, പിന്നെ NH3 sp3 ആണ്, പിന്നെ H2 sp3 ആണ്, അതുപോലെ തന്നെ C2H6 sp3 ആണ്. അപ്പൊ അതിൽ sp3 വരുന്ന 4 എക്സാമ്പിൾ. sp3 ഒന്ന് CH4ന്റെ കാര്യം പറയുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ sp3 ആണെന്ന് മറന്നു പോകരുത്. അതുകൂടാതെ പിന്നെ sp3 വന്ന സാധാരണ ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കാർബണിൽ നിന്നിട്ട് ടെട്രാഹെഡ്രലായിട്ട് 4 ഹൈബ്രിഡ് ഓർബിറ്റൽ, 1 2 3 4 ഹൈബ്രിഡ് ഓർബിറ്റൽ. ഇനി അതിലേക്ക് ഹൈഡ്രജന്റെ ഓർബിറ്റൽ എന്ന് വെച്ചാൽ 1s ആണെന്ന് അറിയാം. അപ്പോൾ 1s ഓർബിറ്റൽ കൊണ്ടുവന്ന് ഓവർലാപ്പ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ കാണിച്ചു. അപ്പൊ ഇവിടെ sp3. ഇനി അതിന്റെ സ്ട്രക്ചർ കൂടെ കാണിക്കുക, CH4 ഇങ്ങനെ. ഓക്കെ, ഇനി ഇതിനകത്ത് എഴുതേണ്ട പോയിന്റ് എന്ന് വെച്ചാൽ കാർബണാറ്റ് sp3 ആണെന്ന് എഴുതി കഴിഞ്ഞു. ഇനി ഹൈബ്രിഡ് ഓർബിറ്റൽ ഹൈഡ്രജന്റെ 1s ഓർബിറ്റലായിട്ട് ബോണ്ട് ഫോം ചെയ്ത് ഓവർലാപ്പ് ചെയ്ത് ബോണ്ട് ഫോം ചെയ്തു എന്ന് എഴുതി കഴിഞ്ഞു. ഇനി അത് കൂടാതെ ഇതിനകത്ത് വരേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് വെച്ചാൽ സ്ട്രക്ചർ എന്നുള്ളത് ടെട്രാഹെഡ്രൽ ആണ്. ടെട്രാഹെഡ്രൽ ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റ്സ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് ശ്രദ്ധിച്ചോണം. sp3 വരുന്ന CH4. ഇനി അടുത്ത sp3 വരുന്ന പിന്നെ NS3 കാര്യം നോക്കിയാൽ
രണ്ട് NH3. NH3 നോക്കുമ്പോൾ സെൻട്രൽ ആറ്റം നൈട്രജൻ. sp3 ആകുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു sp3 ആണെന്ന് മനസ്സിലാക്കി. 4 ഹൈഡ്രജൻ ഓർബിറ്റൽ, 1 2 3 4. ഈ 4 3 ഹൈഡ്രജനേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ 3 സ്ഥലത്ത് കൊണ്ട് ഓവർലാപ്പ് ചെയ്യുന്നു. ഹൈഡ്രജനെ കൊണ്ടുവന്ന് ഓവർലാപ്പ് ചെയ്തു. 4ാമത്തെ ഹൈഡ്രജൻ ഓർബിറ്റിൽ 2 ഇലക്ട്രോൺസ് ആണ്. അത് ലോൺ പെയർ ആയിട്ട് അവിടെ കാണണം. ഇനി അതിന്റെ സ്ട്രക്ചർ വരയ്ക്കുന്ന സമയത്ത് ഞാൻ വരച്ചു 3 ഹൈഡ്രജൻ H. ഇനി ഇതിന് പകരം ലോൺ പെയർ. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ട്രക്ചറിന്റെ പ്രത്യേകത നിർബന്ധമായും അത് ടെട്രാഹെഡ്രലല്ല, പകരം പിരമിഡലാണ്. പിരമിഡലാകുമ്പോൾ ബോണ്ട് ആംഗിൾ 107 ഡിഗ്രി ആണെന്ന് ഓർമ്മിക്കുക. അപ്പൊ അമോണിയയുടെ പ്രത്യേകത അമോണിയ പിരമിഡൽ സ്ട്രക്ചർ ആണ്. sp3 ആണെങ്കിലും അമോണിയ പിരമിഡലാണ്. ബോണ്ട് ആംഗിൾ 107 ഡിഗ്രി ആണെന്ന് ഓർമ്മിച്ചു വയ്ക്കുക. ഓക്കെ. ഇനി sp3 വരുന്ന മറ്റൊരു എക്സാമ്പിൾ വാട്ടർ ആണ്. മൂന്നാമത്തെ എക്സാമ്പിൾ വാട്ടർ H2O. H2O സെൻട്രൽ ആറ്റം ഓക്സിജൻ ആണ്. അപ്പൊ ഓക്സിജൻ സെൻട്രൽ ആറ്റം വരയ്ക്കാവൂ. ഓക്സിജന്റെ ഹൈബ്രിഡൈസേഷൻ അവിടെ sp3 ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സോ ഓക്സിജൻ എന്ന് എഴുതി sp3 4 ഹൈഡ്രജൻ ഓർബിറ്റൽ 1 2 3 4. ഓക്കെ. ഇനി 2 ഹൈഡ്രജൻ ആയിട്ട് ബോണ്ട് ഫോം ചെയ്താൽ മതി. അപ്പൊ അതുകൊണ്ട് തന്നെ 1 2. ഇനി ബാക്കി അടുത്ത് ലോൺ പെയർ കൊടുത്തു. സ്ട്രക്ചർ വരയ്ക്കുന്ന സമയത്ത് O H ഇവിടെ ലോൺ പെയർ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഷേപ്പ് പറയുന്ന സമയത്ത് 4 ബോണ്ട് ഉണ്ടായിരുന്ന സമയത്ത് ടെട്രാഹെഡ്രലായിരുന്നു. 1 ബോണ്ട് നഷ്ടപ്പെട്ടു പോയപ്പോൾ പിരമിഡലായി. 2 ബോണ്ട് നഷ്ടപ്പെടുന്ന സമയത്ത് അത് ബെൻഡ് ഷേപ്പ് ആണ്, അല്ലെങ്കിൽ V ഷേപ്പ് ആണെന്ന് പറയണം. ഓക്കെ. അപ്പൊ ഇവിടെ ടെട്രാഹെഡ്രൽ എന്നൊരു വാക്കേ ഉപയോഗിക്കാൻ പാടില്ല. വാട്ടർ എന്നുള്ളത് ബെൻഡ് ഷേപ്പ് മോളിക്യൂൾ ആണ്. ഇനി അതിന്റെ ബോണ്ട് ആംഗിളും 104 അപ്രോക്സിമേറ്റ്ലി 5 ഡിഗ്രി ആണെന്ന് കൂടെ ഓർമ്മിച്ചാണ്. ഓക്കെ. അപ്പൊ sp3 വരുന്ന മറ്റൊരു എക്സാമ്പിൾ. ഇനി sp3 വരുന്ന മറ്റൊരു എക്സാമ്പിൾ അവസാനത്തത് C2H6 ആണ്. നാലാമത്തത് C2H6. C2H6ന്റെ പ്രത്യേകത അവിടെ 2 കാർബൺ ഉണ്ട്, 2 സെന്റർ ഉണ്ട്. ഓക്കെ. അതിൽ ഓരോ കാർബണും sp3 ആണെന്ന് പറയണം. ഈ കാർബൺ sp3 ആയതുകൊണ്ട് ഹൈബ്രിഡ് ഓർബിറ്റൽ ഇതാ ഒന്നിങ്ങനെ ഈ ഷേപ്പിൽ വരയ്ക്കുക. 2 3 4. ഇനി അടുത്ത കാർബൺ അതിന് sp3 ആണ്. അത് വരയ്ക്കുമ്പോഴത്തേക്ക് ടെട്രാഹെഡ്രൽ ഒന്നിങ്ങോട്ട് ഇതിന് കണക്കാക്കി ഒന്നിങ്ങോട്ട്. നാലാമതൊരെണ്ണം ഓവർലാപ്പ് ചെയ്ത് കാണിക്കുക. ഓക്കെ. അപ്പൊ അവിടുത്തെ പ്രത്യേകത ഇനി ഹൈഡ്രജൻ എന്താ ഓവർലാപ്പ് ചെയ്യും. അപ്പൊ അതിനകത്ത് പറയേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ കാർബൺ ആറ്റം sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. ഇനി കാർബൺ സിഗ്മ ബോണ്ട് ഫോം ചെയ്തത് എങ്ങനെയെന്ന് ചോദിച്ചാൽ sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ ഓഫ് ഒരു കാർബൺ ആറ്റം ഓവർലാപ്പ് വിത്ത് sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ ഓഫ് മറ്റേ കാർബൺ ആറ്റം ടു ഫോം കാർബൺ സിഗ്മ ബോണ്ട് എന്ന് പറയണം. ഓക്കെ. sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ ഓഫ് വൺ കാർബൺ ആറ്റം ഓവർലാപ്പ് വിത്ത് sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ ഓഫ് അതർ കാർബൺ ആറ്റം ടു ഫോം കാർബൺ സിഗ്മ ബോണ്ട്. ഇനി ഈ പറഞ്ഞിരിക്കുന്ന സിഗ്മയും പൈയും ഒക്കെ നമ്മൾ മറ്റേ വീഡിയോസ് നോക്കിയാൽ മതി, അതിനകത്ത് അറിയാൻ പറ്റും കേട്ടോ എന്താണ് സിഗ്മ എന്നും എന്താണ് പൈ എന്നും പറഞ്ഞിരിക്കുന്ന വിശദമായിട്ടൊക്കെ അവിടെ പറയുന്നത്. ശരി. ഇനി അടുത്ത് ഇവിടെ നോക്കുന്ന സമയത്ത് കാർബൺ ഹൈഡ്രജൻ ആണ്. അപ്പൊ കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നത് sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ ഓവർലാപ്പ് വിത്ത് 1s ഓർബിറ്റൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം ടു ഫോം കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട്. അപ്പൊ അങ്ങനെ ഒരു നോട്ട് അതിനകത്ത് പറയണം. ഇനി ഷേപ്പിന്റെ പ്രത്യേകത ലോൺ പെയർ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ടെട്രാഹെഡ്രലാണ്. ഇനി ബോണ്ട് ആംഗിൾ നോക്കുന്ന സമയത്ത് 109 ഡിഗ്രി 28 മിനിറ്റ്സ് തന്നെയാണ്. ഓക്കെ. അപ്പൊ sp3 വരുന്ന 4 എക്സാമ്പിൾ പറഞ്ഞു. CH4 എന്നുള്ളത് ടെട്രാഹെഡ്രൽ, ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റ്സ്. അമോണിയ പിരമിഡൽ 107 ഡിഗ്രി. വാട്ടർ എന്നുള്ളത് sp3 ആണെങ്കിലും വാട്ടർ എന്നുള്ളത് ബെൻഡ് ഷേപ്പ് അല്ലെങ്കിൽ V ഷേപ്പ് ആണ്, 104.5 ഡിഗ്രി. അതേസമയം C2H6 എന്നുള്ളത് അത് sp3 തന്നെയാണ്, അതിന്റെ ടെട്രാഹെഡ്രലാണ്, 109 ഡിഗ്രി 28 മിനിറ്റ്സ്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ sp3 ആയി ബന്ധപ്പെട്ട് പഠിച്ചു വയ്ക്കുക. ഇനി അടുത്തൊരു sp2 ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ. sp2ന്റെ എക്സാമ്പിൾ ആയിട്ട് BF3 ബോറോൺ sp3 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രൈഗണൽ പ്ലാനാർ ഷേപ്പ് ആണ് വരച്ചു. ഫ്ലൂറിന്റെ ഓർബിറ്റൽ 2pz ആണ്, ഓവർലാപ്പ് ചെയ്തു. S ആകുമ്പോഴത്തേക്ക് നമ്മൾ സ്പിയർ കാണിക്കുക, ബാക്കി P ആണ് ഓവർലാപ്പ് വരുന്നതെങ്കിൽ ഡംബൽ കാണിക്കുക. ഷേപ്പ് വരച്ചു. ഓക്കെ. അപ്പൊ BF3ക്കകത്ത് ട്രൈഗണൽ പ്ലാനാർ ഷേപ്പ് ആണ്, അതുകൊണ്ട് തന്നെ ബോണ്ട് ആംഗിൾ 120 ഡിഗ്രി ആണ്. ഓക്കെ. അപ്പൊ sp2 വരുന്ന മറ്റൊരു എക്സാമ്പിൾ. അടുത്ത sp2 വരുന്നത് ഇതാണ്, C2H4 ആണ്. C2H4 നോക്കുന്ന സമയത്ത് C ഡബിൾ ബോണ്ട് C ഇങ്ങനെ.
അപ്പൊ എന്നിട്ട് ഈ കാർബൺ പരിശോധിക്കുന്ന സമയത്ത് ഇവിടെ സിഗ്മ ബോണ്ട് ആണ്, ഇത് സിഗ്മ ബോണ്ട് ആണ്, ഇത് സിഗ്മ ബോണ്ട് ആണ്, ഇത് പൈ ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 3 സിഗ്മ ബോണ്ട് ഫോം ചെയ്താൽ മതി. 3 സിഗ്മ ബോണ്ട് ഫോം ചെയ്തെങ്കിൽ അവിടെ 3 ഹൈബ്രിഡ് ഓർബിറ്റൽ മതി. 3 ഹൈബ്രിഡ് ഓർബിറ്റൽ ആകുമ്പോൾ അവിടെ sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. സോ കാർബൺ ഇങ്ങോട്ട് സിഗ്മ ബോണ്ടിന് കണക്കാക്കിയ ഒരു ഹൈബ്രിഡ് ഓർബിറ്റൽ, ഇങ്ങോട്ടൊരു ഹൈബ്രിഡ് ഓർബിറ്റൽ, ഇങ്ങോട്ടും ഒരു ഹൈബ്രിഡ് ഓർബിറ്റൽ. ഓക്കെ, ഇനി ഈ പൈ ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടി ഒരു p ഓർബിറ്റൽ ഇങ്ങനെ ലാറ്ററൽ ആയിട്ട് കാണിക്കും, ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് കാണിക്കും. സോറി, അടുത്ത കാർബൺ ഇതുപോലെ തന്നെ ഇത് സിഗ്മ, ഇത് സിഗ്മ, ഇത് സിഗ്മ, ഇത് പൈ. അപ്പൊ അടുത്ത കാർബൺ sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. സോ ട്രൈഗണൽ പ്ലാനാർ ഷേപ്പ്. ഓക്കെ, ഇനി അവിടെ ഒരു p ഓർബിറ്റൽ. ഇനി പറയേണ്ടത് ഈ കാർബൺ കാർബൺ സിഗ്മ ബോണ്ട് ഫോം ചെയ്തത് എങ്ങനെയെന്ന് ചോദിച്ചാൽ sp ഹൈബ്രിഡ് ഓർബിറ്റൽ ഓഫ് 1 കാർബൺ ആറ്റം ഓവർലാപ്പ് വിത്ത് sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ ഓഫ് 1 കാർബൺ ആറ്റം ഓവർലാപ്പ് വിത്ത് sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ ഓഫ് അതർ കാർബൺ ആറ്റം ടു ഫോം കാർബൺ കാർബൺ സിഗ്മ ബോണ്ട് എന്ന് പറയാം. ഇനി കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട് ഫോം ചെയ്തത് ബാക്കിയിരിക്കുന്ന sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ ഓവർലാപ്പ് ചെയ്തിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ p ഓർബിറ്റൽ, ഈ പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്ന p ഓർബിറ്റൽ തമ്മിൽ ലാറ്ററൽ ആയിട്ട് ഓവർലാപ്പ് ചെയ്ത പൈ ബോണ്ടുകൾ ഫോം ചെയ്തു. ഷേപ്പ് വ്യത്യാസമില്ല, ഷേപ്പ് നമ്മുടെ ട്രൈഗണൽ പ്ലാനാർ ഷേപ്പ് തന്നെ. ബോണ്ട് അങ്ങനെ ചെറിയ വ്യത്യാസമുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് 120 തന്നെ പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂ എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ sp2 രണ്ട് എക്സാമ്പിൾ ആണ് പഠിക്കേണ്ടത്, BF3 അതുപോലെ തന്നെ C2H4. അതിനകത്ത് C2H4 പ്രത്യേകത പൈ ബോണ്ടുകൾ കൂടെ ഇൻവോൾവ് ചെയ്ത് വരുന്നുണ്ടെന്ന് പറയാം. ഓക്കെ, ഇനി 2 മാർക്കിന് ഇതിനകത്ത് ഇപ്പോൾ എത്ര സിഗ്മ എത്ര പൈ എന്നൊക്കെ വേണമെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാം. നോക്കിയാൽ അറിയാം ഈ മോളിക്യൂളിനകത്ത് 1, 2, 3, 4, 5 സിഗ്മയും ഒരു പൈ ബോണ്ടുകളാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുക. അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് വരാം. ഇനി അവസാനം sp ഹൈബ്രിഡൈസേഷൻ ആണ്. ഈ sp കാര്യം നോക്കുന്ന സമയത്ത് sp ഉള്ളത് BeCl2, ബെറിലിയം sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ ലീനിയർ ആണ്, ക്ലോറിന്റെ p ഓർബിറ്റൽ ആണ്, അതുകൊണ്ട് തന്നെ ഓവർലാപ്പ് ചെയ്തു. ശരി, അപ്പോ ഷേപ്പിന്റെ കാര്യം പറയുന്ന സമയത്ത് BeCl2 ലീനിയർ, ബോണ്ട് ആംഗിൾ 190 ഡിഗ്രി. ഓക്കെ, ഇനി അടുത്ത വരുന്ന എക്സാമ്പിൾ C2H4 ആണ്, സോറി C2H2 ആണ്. C2H2 ഷേപ്പ് ആദ്യമേ ഓർമ്മ വരണം, CCH. ഇനി ഈ കാർബണിന്റെ കാര്യം നോക്കുന്ന സമയത്ത് ഇവിടെ സിഗ്മ, ഇത് പൈ, ഇത് പൈ. അപ്പൊ 2 സിഗ്മ മതി. 2 സിഗ്മ ആകുമ്പോഴത്തേക്ക് 2 ഹൈബ്രിഡ് ഓർബിറ്റൽ ആണ്. സോ sp. ഇനി 2 p ഓർബിറ്റൽ ഉണ്ട്, ഒരു p ഓർബിറ്റൽ ഇതാ ഇങ്ങനെ പെർപെൻഡിക്കുലർ. ഇനി ഒരു p ഓർബിറ്റൽ ഈ ബോർഡിന് പെർപെൻഡിക്കുലർ ആണ്. ഒരു ലോബ് ഇവിടെ, ഒരു ലോബ് ബോർഡിന്റെ ബാക്കിലുമാണ്. പക്ഷെ അത് വരച്ച് കാണിക്കുമ്പോൾ ഇങ്ങനെ ചരിച്ച് വരച്ച് കാണിക്കാം. ഓക്കെ, ഈ കാർബൺ അതുപോലെ ഒരു sp കാണിച്ചു, അടുത്തൊരു sp ഇതാ ഓവർലാപ്പ് ചെയ്തു. ഇനി 2 p ഓർബിറ്റൽ അവിടെയും ബാക്കി. ഇനി ഒരെണ്ണം ഉള്ളത് ഞാൻ പറഞ്ഞു, ബോർഡിന്റെ ഫ്രണ്ടിൽ ഒരു ലോബും ബാക്കിൽ ഒരു ലോബും, അതിലിങ്ങനെ ചരിച്ച് കാണിക്കും. ഓക്കെ, ഇനി ഇതിനകത്ത് കാർബൺ കാർബൺ സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ sp ഹൈബ്രിഡ് ഓർബിറ്റൽ ഓഫ് 1 കാർബൺ ആറ്റം ഓവർലാപ്പ് വിത്ത് sp ഹൈബ്രിഡ് ഓർബിറ്റൽ ഓഫ് അതർ കാർബൺ ആറ്റം ടു ഫോം കാർബൺ കാർബൺ സിഗ്മ ബോണ്ട്. പിന്നെ അതുപോലെ തന്നെ കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട് ഫോം ചെയ്തത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ sp ഹൈബ്രിഡ് ഓർബിറ്റൽ ഓവർലാപ്പ് വിത്ത് 1s ഓർബിറ്റൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം ടു ഫോം കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട്. ഇനി പൈ ബോണ്ടുകൾ ഫോം ചെയ്തത് ഇങ്ങനെ ഒരു പൈ ബോണ്ടും ഇങ്ങനെ ഒരു പൈ ബോണ്ടും. അത് ഈ ഇന്ററാക്ഷൻ കാണിക്കാനാണ് ഇങ്ങനെ വരച്ചിരിക്കുന്നതെന്ന് ഓർമ്മിക്കുക. അല്ലാതെ അത് ബോണ്ടിങ് അല്ല, ഇന്ററാക്ഷൻ ഉണ്ട്, അത് കാണിക്കാൻ വേണ്ടിയാണ് ഓർമ്മിച്ചോളാം. അങ്ങനെ കാർബൺ കാർബൺ പൈ ബോണ്ടുകൾ ഫോം ചെയ്യുന്ന കാര്യം പറയുക. ഷേപ്പ് ലീനിയർ തന്നെ, ബോണ്ട് ആംഗിൾ 190 ഡിഗ്രി തന്നെയാണെന്ന് ഓർമ്മിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ക്ലാസ്സിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഒന്ന് ഓർമ്മിപ്പിക്കുക, കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുക മാത്രമല്ല ഇതിന് വ്യക്തമായി ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ മറ്റു വീഡിയോസിലൊക്കെ ഉണ്ട്. അപ്പൊ അതിന് സംശയമുള്ള ആൾക്കാർ അതൊക്കെ ചെന്ന് ഒന്നെടുത്ത് കണ്ടു നോക്കുക. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ചോദ്യത്തിന്റെ സാധ്യതകൾ, ചോദ്യത്തിന്റെ രീതി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഒന്ന് റൈറ്റ് പോസ്റ്റുലേറ്റ്സ് ഓഫ് എന്ന് പറഞ്ഞിട്ട് MO തിയറിയുടെ പോസ്റ്റുലേറ്റ്സ് ആയാലും അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷന്റെ പോസ്റ്റുലേറ്റ്സ് ആയാലും അതുപോലെ തന്നെ VSE തിയറിയുടെ പോസ്റ്റുലേറ്റ് ആയാലും ചോദിക്കാം, അതൊരു രീതി. ഇനി അതുപോലെ തന്നെ ഡ്രോ സ്ട്രക്ചർ എന്ന രീതിയിൽ ചോദ്യങ്ങൾ വരാം. ഡ്രോ സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് പടം വരയ്ക്കുക തന്നെയാണ്, പക്ഷെ പടം വരച്ചതിന് ശേഷം അതിന്റെ പേര് കൂടെ T ഷേപ്പ് എങ്കിൽ അങ്ങനെ സീസോ, പിരമിഡൽ പോലുള്ള വാക്കുകൾ കൂടെ അതിന്റെ കൂടെ നിർബന്ധമായി എഴുതിയിരിക്കണം. ഇനി അതിനകത്ത് ഹൈബ്രിഡൈസേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന രീതിയിൽ ചോദ്യങ്ങൾ വരാം. പിന്നെ C2H4 പറ്റി എക്സാമ്പിൾ, അത് ഹൈബ്രിഡൈസേഷൻ സ്ട്രക്ചറും ബോണ്ടിങ്ങും വരച്ച് കാണിക്കുന്ന രീതിയിൽ ചോദ്യങ്ങൾ വരാം. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോഴും അവിടെ നിങ്ങൾ ഹൈബ്രിഡൈസേഷന്റെ പേര് വ്യക്തമായി ഓർമ്മിച്ചിരിക്കുക, ഷേപ്പിന്റെ പേര് ഓർമ്മിച്ചിരിക്കുക, ബോണ്ട് ആംഗിൾ ഓർമ്മിച്ചിരിക്കുക. അപ്പൊ ഇതിനകത്ത് 107 ഡിഗ്രി ഉള്ളത് അമോണിയക്കാണ്, 104.5 ഡിഗ്രി ഉള്ളത് വാട്ടറിനാണ് അല്ലെ. ബാക്കിയുള്ള ആൾക്കാരുടെ ബോണ്ട് ആംഗിളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഇനി മറ്റൊരു ചോദ്യം MO തിയറിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് why He2 molecule is not possible.
എന്നുള്ളതിന്റെ ഉത്തരം ബോണ്ട് ഓർഡർ 0 ആണ്. അതെങ്ങനെ കിട്ടിയെന്ന് കൂടെ നമുക്ക് മനസ്സിലാക്കിക്കണം. ഓക്കെ, അപ്പൊ ഇത് നല്ലവണ്ണം പഠിക്കാം. ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന്റെ റിവിഷൻ ക്ലാസ്സുകൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം.